കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞിയെങ്കിലും ഇന്ന് നമുക്ക് പറഞ്ഞു രസിക്കാൻ പല കാര്യങ്ങളുണ്ട്. പിന്നെ പല ടിഡ്ബിറ്റ്സ്. 4400 പേര് ഒറ്റയടിക്ക് മില്യണർമാരാകുന്നു. അവരിൽ തന്നെ 400 പേര് 100 മില്യണിൽ കൂടുതൽ ആസ്തിയുള്ളവരായി മാറുന്നു. പിന്നെ വേറൊരു കമ്പനി ഈ സ്പേസ് എക്സിൻ്റെ ഷെയർസ് 10-15 വർഷമായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വലിയ കമ്പനിയൊന്നുമല്ല. അയാൾ നാനാവിധത്തിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് അവർ ഈ സ്പേസ് എക്സിൻ്റെ 1% ഷെയർ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് 20 ബില്യൺ ആണ് കിട്ടാൻ പോകുന്നത് അവരുടെ സ്ഥിതി. ഇനി ഇതൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ ആദ്യമായിട്ടൊരു ട്രില്യണർ പിറക്കുകയാണിന്ന്. ട്രില്യണർ എന്ന് പറഞ്ഞാൽ 1000 ബില്യൻ്റെ ഉടമ. ഇന്നേവരെ ലോക ചരിത്രത്തിൽ ആർക്കും ആ നേട്ടം കൈവരിക്കാനായിട്ടില്ല. അപ്പോൾ ആ നേട്ടം കൈവരിക്കുകയാണ് ഇന്ന് നമ്മുടെ സ്പേസ് എക്സിൻ്റെ എലോൺ മസ്ക്. ഈ സ്പേസ് എക്സ് ഇന്ന് ഓഹരി വിപണിയിലേക്ക് നസ്ഡാക്കിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ലിസ്റ്റ് ചെയ്യുന്നു. അത് 555 മില്യൺ ഷെയർസാണ് വിൽക്കുന്നത്. അത് ഒരു ഷെയറിന് $135 വില വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഈ 555 മില്യൺ ഷെയർ ആണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ആളുകൾ വാങ്ങാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഷെയറിൻ്റെ വില ഈ കമ്പനികളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് അത് 4 ഇരട്ടി ഒക്കെ വിലയ്ക്ക് വരെ വാങ്ങാനായിട്ട് ആളുകൾ സന്നദ്ധരായിരിക്കുന്നു. പലരും ഈ 135 കിട്ടാനായിട്ട് സാധ്യത വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു മഹാസംഭവമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്, തൊഴിലാളികളാണ് എല്ലാ മൂല്യവും ഉണ്ടാക്കുന്നത്, എല്ലാം അവർ പണി ചെയ്യുന്നതിലൂടെയാണ് എല്ലാ മൂല്യങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരൊറ്റ വ്യക്തി അയാളിൽ വിശ്വസിച്ച് മാത്രം എന്തുമാത്രം പണമാണ്, ഇത്രയധികം പണം അങ്ങോട്ട് ഒഴുകുന്നു എന്ന് പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ സിദ്ധാന്തങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. ഇപ്പം നമ്മളെപ്പോലൊക്കെ വന്നതാണ് ഈ എലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അങ്ങേര് കാനഡയിൽ വന്ന് പഠിക്കാൻ വന്നു, ലോണൊക്കെ എടുത്താണ് പഠിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഇത്രയും ചുരുങ്ങിയ വർഷം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് അദ്ദേഹത്തെ പറ്റി ന്യൂയോർക്ക് ടൈംസിൽ വേറൊരു പരാമർശം കണ്ടു. ഈ നോർത്തേൺ അയർലൻഡിൽ ഇമ്മിഗ്രൻസിനെതിരെ അതിക്രമങ്ങൾ, അവരുടെ വീടുകളെല്ലാം ചുട്ടരിക്കുകയും അങ്ങനെ ഒരുപാട് പേരെ ആക്രമിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. അപ്പം അതിൽ ഈ ആളുകളെല്ലാം എവിടെയൊക്കെയാണ് കൂട്ടം കൂടേണ്ടതെന്നുള്ളതിൻ്റെ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ആളുകൾ കൂട്ടം കൂടുന്നത് എന്ന് പറഞ്ഞ് എലോൺ മസ്ക് എന്തോ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാണ് ആ പരാമർശം കണ്ടത്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ എലോൺ മസ്കിൻ്റെ 3 കമ്പനികൾ, XAI എന്ന് പറഞ്ഞ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ സ്പേസ് എക്സ് റോക്കറ്റ് പരിപാടി, പിന്നെയുള്ള സ്റ്റാർലിങ്സ്, ഈ മുകളിൽ നിന്ന് ഉള്ള വാർത്താവിനിമയം, ഈ ഇൻ്റർനെറ്റും മറ്റും ആകാശത്തു നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന ആ സംവിധാനം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ കമ്പനിക്കാണ് അവരുടെ ഓഹരി വിപണിയിലേക്കുള്ള രംഗപ്രവേശനമാണിത്. ടെസ്ല ഇതിൽ പെടുന്നില്ല ഇപ്പോൾ. ഇനി പിന്നീട് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയധികം ഷെയർസ്, അതിൻ്റെ മൊത്തം വാല്യൂ ഇത്രയധികം ഷെയർ, ഈ കമ്പനിക്ക് 1.77 ട്രില്യൺ വിലയുണ്ടെന്നാണ്, ആസ്തിയുണ്ടെന്ന വിലയിട്ടിട്ടാണ് ഒരു കണക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും പണം, ഇത്രയും ഓഹരി വിറ്റ് $75 ബില്യൺ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ 75 ബില്യൺ എന്നുള്ളത് അതിൽ കൂടുതൽ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരാളെ വിശ്വസിച്ചാണ് ചെയ്യുന്നത്, ഒരൊറ്റയാളിൽ വിശ്വസിച്ച്. എലോൺ മസ്കിന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും, അങ്ങേര് ചെയ്യുന്നതെല്ലാം വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ. നേരെ മറിച്ച് ഈ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയത് തന്നെ. അപ്പോൾ ഇത് ഒരു ചൂതാട്ടത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഈ ഇങ്ങനെയുള്ള ഷെയർ മാർക്കറ്റിൽ. ചിലരൊക്കെ ഇങ്ങനെ ചെറിയ തുകകളൊക്കെ ടെസ്ലയിലും ഗൂഗിളിലും അതുപോലുള്ള ഷെയർസിലൊക്കെ നിക്ഷേപിക്കും. അതങ്ങ് പൊങ്ങി അങ്ങ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അങ്ങ് വളരും, അതുപോലുള്ള വലിയ നേട്ടങ്ങളുണ്ടാക്കും. നേരെ മറിച്ച് ചില കമ്പനികളിൽ വലിയ പ്രതീക്ഷയോട് നിക്ഷേപിക്കും. ആ പൈസ എല്ലാം ആ കമ്പനി നമ്മുടെ പൈസ മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയും വരും. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എലോൺ മസ്കിനെ വിശ്വസിച്ചും ഈ റോക്കറ്റ് സയൻസും ഈ സ്റ്റാർലിങ്സും ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടും ഇതിനെ മറ്റൊരാൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും
ഇത് എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വിലയ്ക്ക് മൂല്യത്തിനൊരു കുറവും തൽക്കാലത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പക്ഷേ ഇത്രയൊക്കെ തുകയൊക്കെ 1.7 ട്രില്യനൊക്കെ ഒരു കമ്പനിക്ക് വാല്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് കടന്ന കൈയാണെന്ന് പലരും പറയുന്നു, വിദഗ്ധർ പറയുന്നു. പക്ഷേ നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ടെസ്ല, ഈ സ്പേസ് എക്സിൻ്റെ ബോർഡ് ഒരു കാര്യം ഈ മസ്കിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 ബില്യൺ ഷെയർ തരാം, പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ചൊവ്വായിൽ 1 മില്യൺ ആളുകളെ പാർപ്പിക്കണം, സ്ഥിരമായിട്ട് പാർപ്പിക്കണം. 1 മില്യൺ ആളുകളെ അവിടെ ചൊവ്വായിൽ കൊണ്ടുപോയി പാർപ്പിക്കാൻ കഴിഞ്ഞാൽ ഇങ്ങേർക്ക് 1 ബില്യൻ്റെ ഷെയർ കൊടുക്കും ഈ സ്പേസ് എക്സിൽ. ഇത് എന്തായാലും അതിൻ്റെ ആവശ്യമുണ്ടോ? അത്രയും മനുഷ്യർ ചൊവ്വായിൽ പോയി താമസിക്കണോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം തിരക്കിട്ട് ചൊവ്വായിൽ പോയി 1 മില്യൺ ആളുകളൊക്കെ അവിടെ പോയി കോളനി ഉണ്ടാക്കാനായിട്ടുള്ള അത്യാവശ്യമൊന്നും ഇപ്പോൾ ഭൂമുഖത്തില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ലോകാവസാനമൊക്കെ വരുവാണെങ്കിൽ അന്നേരം നമുക്ക് അങ്ങോട്ട് കയറി അവിടെ ഒക്കെ കോളനിയൊക്കെ ഉണ്ടാക്കി സജ്ജമാക്കി വെച്ചാൽ എപ്പോൾ വേണേലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് ആയിട്ട് അത് കണക്കാക്കാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ടെസ്ല, ഈ സ്പേസ് എക്സിന് കഴിഞ്ഞ വർഷം ഏതാണ്ട് 18 ബില്യൻ്റെ ലാഭം ഉണ്ടായി. പക്ഷേ ലാഭമല്ല, വരുമാനം ഉണ്ടായി. അതിൽ 4.9 നഷ്ടമാണ് വന്നത്. അപ്പോൾ അത്രയും ബില്യൺ നഷ്ടം വന്നൊരു കമ്പനിക്കാണ് ഇത്രയും വലിയ വിലയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിലയൊക്കെ ഫലപ്രദമാകുമോ, രക്ഷപ്പെടുമോ എന്നാണ് നമ്മൾ കണ്ടിരിക്കേണ്ടത്. ഇനി ഇത്രയും ഷെയറുകളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ കൂടി 82% സ്പേസ് എക്സിൻ്റെ 82% എലോൺ മസ്കിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ബാക്കി മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എങ്ങനെ വന്നാലും മുതലാളിയുടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഇരിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഈ എലോൺ മസ്ക് ഈ വാൾ സ്ട്രീറ്റിനെയൊക്കെ പറഞ്ഞ് അഷുർ ചെയ്തിട്ടുണ്ട്, ഒരു നഷ്ടവും വരില്ല, ഒരു പ്രശ്നവും വരില്ല എന്ന്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ആന്ത്രോപിക്, അവർക്ക് ഈ ഇവരുടെ ഡേറ്റാ സെൻറ്റർ കൊടുക്കുന്നു, സ്പേസ് എക്സിൻ്റെ ഡേറ്റാ സെൻറ്റർ. അതിൻ്റെ മാസവാടക 1.25 ബില്യൺ, അത്രയും വാടക കൊടുത്ത് അവരുടെ ഡേറ്റാ സെൻറ്റർ അങ്ങോട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗൂഗിളിന് 920 മില്യൺ, 920 മില്യൺ അതിൻ്റെ ഒരു ഇടപാട് അവരുമായിട്ടൊരു കരാർ വെച്ചിരിക്കുന്നു. ഈ സ്പേസ് എക്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഗൂഗിൾ. അപ്പോൾ അങ്ങനെ ഈ ടെക് ഭീമന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടപ്പെട്ടും ബന്ധപ്പെട്ടും ഒക്കെ ഇരിക്കുന്നവരാണ്. ഇവിടുന്നിടത്ത് അങ്ങോട്ടും അവിടുന്നിടത്ത് ഇങ്ങോട്ടും ഇതൊക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാനും ഇത് കേട്ട് പറയാനുമൊക്കെ ഉള്ളൂ. ഇത് ഒടുവിൽ എങ്ങനെയാകും, വലിയ നിലയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വലിയ വിജയങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ പണം ഉണ്ടാവുകയും ഇതുപോലെ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുകയും വേണം. അപ്പോൾ അതിനുള്ള നീക്കമാണ്. എന്തായാലും ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ നമുക്ക് പോകാനുള്ള ഒരു പരിപാടിയുടെ തുടക്കം ആയിട്ട് തന്നെ ഇതിനെ കാണാം.